ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹു ടെലിഫോൺ ലൈൻ ചേരുകയുണ്ട്. ഡോക്ടർ സുൽഫി, ഇത് നേരത്തെയും ചർച്ചാ വിഷയമായിട്ടുള്ളതാണ്. അരളി ഇങ്ങനെ വിഷാംശമുള്ള ഒന്നാണ് എന്ന്. ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം, ഈ സൂര്യയുടെ മരണം കൂടി വരുമ്പോൾ എന്തെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മരുന്നിന് ഈ ഉള്ളിൽ പോയ വസ്തുത എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിന്റെ കാരണം തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തതയോടുകൂടി നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോ എന്താണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മരണം തീർച്ചയായിട്ടും അസാധാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട്. മറ്റ് പരിശോധനകളും ഒക്കെ തന്നെ ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ സ്വാഭാവികമായ മറ്റ് മരണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു വിഷബാധയുടെ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ തന്നെ തീർച്ചയായിട്ടും കൂടുതൽ അതിനകത്ത് നിരീക്ഷിച്ചാൽ മാത്രമേ വ്യക്തതയോട് പറയാൻ കഴിയുള്ളൂ. സുൽഫി, ഇത് മുമ്പ് ഒരു ചില വാർത്തകൾ വന്നിരുന്നു, ഇങ്ങനെ ഈ നിവേദ്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം, ഈ അരളിപ്പൂ അങ്ങനെ ഉപയോഗിക്കരുത് എന്ന്. അങ്ങനെ ചില മുൻകരുതലൊക്കെ എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഡോക്ടർ സമൂഹത്തിന് ഇക്കാര്യത്തിൽ ഇതിനു മുൻപ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ അരളിപ്പൂ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നുണ്ട് വിഷാംശമുള്ളതാണെന്ന്. അതെ, തീർച്ചയായിട്ടും ധാരാളം. നമുക്കറിയാലോ, പ്രകൃതിയിലുള്ളതെല്ലാം തന്നെയും സുരക്ഷിതമാണെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇത്തരം നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ സ്ഥലത്ത് കാണുന്നതാണെങ്കിൽ പോലും ഉള്ളിലേക്ക് സാധാരണഗതിയിൽ പോകാത്ത മറ്റ് ആഹാര സാധനങ്ങളൊക്കെ തന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും നിലവിലുണ്ട്. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് വളരെ സർവ്വസാധാരണമായിട്ട് ഇത്തരം ഒരു പോയിസണിങ് കാണാറില്ല. ശരി ഡോക്ടർ, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നാലേ ഉറപ്പിച്ചു പറയാൻ പറ്റുകയുള്ളൂ.